ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിഷയം വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ നിരന്തരം ഈ വിഷയം ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടൽ നടത്താൻ സമയമില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. എടുത്തു പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ പരിസരവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിരന്തരം യോഗം ചേരാനും ഇതിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് അനന്തമായി നീണ്ടുപോകുന്ന നിലയാണുള്ളത്. ഇത് ഉദ്യോഗസ്ഥർക്ക് ഇതിന് യാതൊരു താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലമായിട്ട് പോലും ഇതിനു വേണ്ട ഒരു ഇടപെടലും ഇതുവരെ നടത്താതിരുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും വെള്ളക്കെട്ടിൻ്റെ വലിയ രൂക്ഷമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരം ശുചീകരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു. നമ്മളത് ശുചീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ റോഡ് സൈഡിലുള്ള ഈ ആ ഓടയിൽ ഇങ്ങനെ ചെളി കെട്ടി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഓട കുറച്ചുകൂടി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മുകളിൽ നിന്ന് ഹോസ്പിറ്റൽ ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചെറിയ തോടുണ്ട്. ആ തോട് അതിലൂടെയും ഈ മാലിന്യങ്ങൾ വന്ന് അത് യഥാർത്ഥത്തിൽ ഒഴുകിപ്പോകാത്ത ഒരു സ്ഥിതി. അത് കുറച്ചുകൂടി ആ തോട് മുമ്പോട്ട് പോകുമ്പോൾ ചെറിയൊരു കൾവർട്ട്, കാരണം ഈ വെള്ളത്തിന് പോകാൻ പറ്റാത്തൊരു കൾവർട്ട്, ആ കൾവർട്ടിന് അപ്പുറമാണെങ്കിൽ ഇറിഗേഷൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരിട്ടി ബസ് സ്റ്റാൻഡിന് പുറകിലായി വരുന്ന ഇറിഗേഷൻ്റെ വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം അഴുക്ക് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി വർഷങ്ങളായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തുള്ളവർ കുടുംബങ്ങൾ എല്ലാം വലിയ പ്രയാസത്തിലാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളന്ന് പോയി ഈ പറയുന്ന ഓട ഞങ്ങൾ നോക്കി. അപ്പോൾ അത് നോക്കി ആ ചെറിയ തോടുകൾ ഇറിഗേഷൻ്റെ സ്ഥലമൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പറയുന്ന രീതിയിലേക്കുള്ള മാലിന്യങ്ങളുടെ കൂമ്പാരാണ്. ഇത് വെള്ളം സുഖമായി ഒഴുകിപ്പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലമല്ല ഇത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇടപെടേണ്ടത് PWD ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ഈ ക്ലീൻ ചെയ്യുന്ന 8-ാം തീയതിയാണ്. അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ തഹസിൽദാറെ കാണാൻ പോയി. ആ ദിവസം തന്നെ ഞങ്ങൾ PWD അവരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ വന്ന് നോക്കി. PWDയുടെ ഈ അടക്കം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇറിഗേഷൻ്റെ സ്ഥലമാണ് അപ്പുറം, ആ സ്ഥലം ക്ലീൻ ചെയ്താൽ മാത്രമേ ഇവിടെ ക്ലീൻ ചെയ്തത് കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇറിഗേഷൻ്റെ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്താൽ ഞങ്ങൾ ഇത് ആ സമയം തന്നെ ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തഹസിൽദാറെ കാണാൻ പോയി. തഹസിൽദാറെ ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ കാണാൻ പോയി. തഹസിൽദാറെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. തഹസിൽദാർ ആ സമയം തന്നെ അനാസ്ഥ കാണിച്ചില്ല. ആ സമയം തന്നെ ഞങ്ങളോടൊപ്പം വന്നു. അതുപോലെ തന്നെ PWDയുടെയും സ്ഥലം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ തഹസിൽദാർ വന്നു, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തു, അത് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കാൻ പറഞ്ഞു. 25/5 തഹസിൽദാർ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗം എന്ന് പറയുന്നത് അതിൽ ഫയറിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ്, അതുപോലെ തന്നെ PWD, അതുപോലെ തന്നെ ഇറിഗേഷൻ, ഇതിനെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള രീതിയിലാണ് യോഗം വിളിച്ചത്. 25-ാം തീയതി യോഗം വിളിച്ചു. 25-ാം തീയതി യോഗം വിളിച്ചു. ഇന്ന് ദിവസം ഒരാഴ്ച ഏകദേശം ആയി. അപ്പോൾ അന്നത്തെ ആ യോഗത്തിന്റെ തീരുമാനം എനിക്ക് അറിയാൻ സാധിച്ചത് ഒരു സംയുക്ത പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണം എന്നുള്ളതാണ് അന്ന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സമയം വരെ അതിന്റെ പരിശോധന നടന്നിട്ടില്ല. ഒരു മഴ പെയ്താൽ ആദ്യം മറ്റൊരു ചെറിയൊരു മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ താഴത്തെ നില മുഴുവനും വെള്ളമാണ്. താഴത്തെ നില മുഴുവൻ വെള്ളമാണ്. അവിടെ ആരും ഇരിക്കുന്നില്ല, മുഴുവൻ ചെളിയാണ്. ഒറ്റൊരു ചെറിയൊരു മഴ പെയ്തപ്പോൾ. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ താഴത്തെ മുഴുവൻ ഫർണിച്ചറുകളെല്ലാം അവിടെ നശിക്കുകയാണ്. ഫയലുകളെല്ലാം എടുത്ത് നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളത്തിൽ തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ മഴക്ക് വെള്ളത്തിൽ തന്നെയായിരുന്നു. ഈ സമയം അത് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സമീപിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യും. പക്ഷേ ചെയ്യേണ്ടത് അതിനേക്കാൾ ഉപരിയായി ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ഇങ്ങനെ എന്താ പറയേണ്ടത്, അടുത്ത് തന്നെ അത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു 25-ാം തീയതി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പ് നിലവിൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. എടുത്തു പറയേണ്ടത് മഴ ഇവിടെ അടുത്തെത്തി, എന്നിട്ട് പോലും ഇതിനു വേണ്ട ഒരു മുൻകരുതലോ ഇതിനു വേണ്ട ഒരു അടിയന്തര ഇടപെടലോ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ മുൻകൈയെടുത്തിട്ടില്ല എന്നുള്ള വിഷയമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇറിഗേഷൻ്റെ ഭാഗമായിട്ടും PWDയുടെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയമാണ് ഈ മഴക്കാലത്ത് ഇവിടെയുള്ള ജനങ്ങളും ഇവിടുത്തെ പ്രദേശവാസികളും നേരിടാൻ പോകുന്നത്. വലിയ വെള്ളക്കെട്ട് തന്നെയായിരിക്കും ഇത്തവണയും മഴക്കാലത്ത് ഇവിടെ ഉണ്ടാകുക എന്നുള്ള ഇതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്യാമറമാൻ ജിതിനൊപ്പം അഫ്ലഹ്, ഏഷ്യാനെറ്റ് ന്യൂസ്.